മലയാളത്തിൽ ഇരട്ട വേഷങ്ങളിലെത്തിയ നടീനടന്മാർ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഇരട്ട വേഷങ്ങളിൽ അഭിനയിച്ചത് നിത്യഹരിത നായകനായ പ്രേം നസീറാണ്. 39ഓളം സിനിമകളിലാണ് അദ്ദേഹം ഇരട്ട വേഷങ്ങളിലെത്തിയത്. കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി ഇരട്ട വേഷത്തിലെത്തിയത്. ഡബിൾ റോളുകളിലെത്തി പ്രേക്ഷകരുടെ കയ്യടി നേടിയ ചില താരങ്ങളെയും അവരുടെ ചിത്രങ്ങളെയും പരിചയപ്പെടാം. മോഹൻലാലിന്റെ ആദ്യ ഇരട്ട വേഷം 1985 പുറത്തിറങ്ങിയ 10-ാം ഉദയമാണ്. സബ് ഇൻസ്പെക്ടർ ജയമോഹനായും ക്രിമിനലായ വിക്രമനായും മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. പിന്നീട് ശോഭരാജ്, പാദമുദ്ര, ഉടയോൻ, നാടോടി, രാവണപ്രഭു, മായാമയൂരം, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം ഡബിൾ റോളിലെത്തി. സുരേഷ് ഗോപി ഇരട്ട വേഷത്തിൽ അഭിനയിച്ച ചിത്രങ്ങളാണ് രണ്ടാം ഭാവം, ഡിറ്റക്റ്റീവ് എന്നിവ. 2001 പുറത്തിറങ്ങിയ രണ്ടാം ഭാവം ലാൽ ജോസാണ് സംവിധാനം ചെയ്തത്. നവനീത കൃഷ്ണൻ, അനന്തകൃഷ്ണൻ എന്നീ കഥാപാത്രങ്ങളെയാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചത്. 2007 പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രം ഡിറ്റക്റ്റീവിലും താരം ഡബിൾ റോളിലെത്തി. മമ്മൂട്ടി. പ്രേം നസീർ കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും അധികം ഡബിൾ റോൾ ചെയ്തിട്ടുള്ള നടൻ മമ്മൂട്ടിയാണ്. 1990-ൽ സിബി മലയിൽ സംവിധാനം ചെയ്ത പരമ്പരയായിരുന്നു മമ്മൂട്ടി ഡബിൾ റോളിലെത്തിയ ആദ്യ ചിത്രം. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ മമ്മൂക്ക ഇരട്ട വേഷങ്ങളിൽ തിളങ്ങി. ദാദാ സാഹിബ്, അണ്ണൻ തമ്പി, ബൽറാം വേഴ്സസ് താരാദാസ്, മായാ ബസാർ, പാലേരി മാണിക്യം, ദ്രോണ, ബാല്യകാല സഖി, കോബ്ര തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടി ഡബിൾ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പാലേരി മാണിക്യത്തിൽ 3 കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്തു. പൃഥ്വിരാജ്. കൃത്യം എന്ന സിനിമയിലാണ് പൃഥ്വിരാജ് ഇരട്ട വേഷം ആദ്യമായി കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിൽ നായകനായും വില്ലനായാണ് പൃഥ്വിരാജ് എത്തുന്നത്. വിജി തമ്പി സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ ചിത്രത്തിൽ സത്യ, ക്രിസ്റ്റി ലോപ്പസ് എന്നീ കഥാപാത്രങ്ങളെയാണ് താരം ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ജോജു ജോർജ്. ഇരട്ട എന്ന ചിത്രത്തിലൂടെ ജോജു ജോർജും ഡബിൾ റോളിലെത്തി കയ്യടി നേടി. DYSP പ്രമോദ് കുമാർ, ASI വിനോദ് കുമാർ എന്നീ കഥാപാത്രങ്ങളാണ് ജോജു ജോർജ് എത്തിയത്. കാവ്യ മാധവൻ. 2003-ൽ മിഴി രണ്ടിലും എന്ന സിനിമയിലെ ഇരട്ടവേഷം അവതരിപ്പിച്ച് കാവ്യ മാധവൻ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് സ്വന്തമാക്കി. ഭദ്ര, ഭാമ എന്നീ കഥാപാത്രങ്ങളെയാണ് ചിത്രത്തിൽ കാവ്യ അവതരിപ്പിച്ചത്. 2007-ൽ പുറത്തിറങ്ങിയ നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന സിനിമയിലും കാവ്യ ഇരട്ട വേഷങ്ങളിലെത്തി. നാദിയ മേത്തർ, നാദിറ മേത്തർ എന്നീ ഇരട്ട കഥാപാത്രങ്ങളെയാണ് ചിത്രത്തിൽ താരം അവതരിപ്പിച്ചത്. ഫഹദ് ഫാസിൽ. അയാൾ ഞാനല്ല, നത്തോലി ഒരു ചെറിയ മീനല്ല എന്നീ ചിത്രങ്ങളിൽ ഫഹദ് ഫാസിൽ ഇരട്ട വേഷങ്ങളിലെത്തി. കീർത്തി സുരേഷ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് 2013-ൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന സിനിമയിൽ കീർത്തി സുരേഷും ഇരട്ട വേഷങ്ങളിലെത്തി പ്രേക്ഷകരെ ഞെട്ടിച്ചു. ഗീത, അഞ്ജലി എന്നീ കഥാപാത്രങ്ങളായാണ് കീർത്തി ചിത്രത്തിലെത്തിയത്. ദിലീപ്. സ്വഭാവ നടനായ ദിലീപ് കുറച്ച് സിനിമകളിൽ മാത്രമേ ഇരട്ട വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ. കമൽ സംവിധാനം ചെയ്ത പച്ചക്കുതിര, ശശിശങ്കർ സംവിധാനം ചെയ്ത കുഞ്ഞിക്കൂനൻ, അക്കു അക്ബർ സംവിധാനം ചെയ്ത വെള്ളരി പ്രാവിന്റെ ചങ്ങാതി എന്നിവ അത്തരത്തിലുള്ള ചില സിനിമകളാണ്. ജയറാം. കൂടുതലായും കുടുംബ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് ജയറാം. 80കളിലും 90കളിലും അദ്ദേഹം മികച്ച ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ചു. ജയറാം നിരവധി ചിത്രങ്ങളിൽ ഇരട്ട വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപരൻ. ജയറാമിന്റെ അരങ്ങേറ്റ ചിത്രമായ ഇതിൽ വിശ്വനാഥൻ, ഉത്തമൻ എന്നിങ്ങനെ നായകനായും പ്രതിനായകനുമായ 2 കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മയിലാട്ടത്തിൽ നായകനായും വില്ലനായും ജയറാം ഇരട്ട വേഷം കൈകാര്യം ചെയ്തു. രഹസ്യ പോലീസ്. സബ് ഇൻസ്പെക്ടർ രാജൻ, ക്രൈംബ്രാഞ്ച് DYSP രാജാമണി IPS എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളാണ് ഈ സിനിമയിൽ അദ്ദേഹം എത്തിയത്. മാജിക് ലാബ്. ഈ സിനിമയിൽ ജയറാം 4 വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. ഇവരെ കൂടാതെ മലയാളത്തിൽ ഇനിയും മികച്ച ചിത്രങ്ങൾ ഇരട്ട വേഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഇരട്ട വേഷങ്ങളിലെത്തിയ ഏത് ചിത്രമാണ് നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്നും കൂടി കമൻറ്റ് ചെയ്യൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.